ഹരി ഓം. ജീവിതത്തിൻ്റെ 10-25 വർഷങ്ങൾ പരീക്ഷാ പേടിയുടെ നിഴലിൽ തുലഞ്ഞു പോകുന്നു എന്നുള്ളത് ദൗർഭാഗ്യമാണ്. ഭാരതത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ യുവജന സമ്പത്തുണ്ട് എന്നാണ് അവകാശപ്പെടുന്നത്. പക്ഷെ അത് പരീക്ഷാ പേടിയിൽ ഊർജം ചോർന്ന അവസ്ഥയിലാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, ഭയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മയക്കുമരുന്നുകളുടെയും മറ്റും സഹായം തേടി പോകുന്നു. ഇതൊക്കെ അനാരോഗ്യകരമായ അവസ്ഥയാണ്. ഇവിടെ നമുക്ക് ഇടപെടാൻ സാധിക്കട്ടെ. ഈ വിഷയത്തിൽ ധർമ്മശാസ്താവ് സാക്ഷാൽ ശ്രീ അയ്യപ്പൻ മണികണ്ഠൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് സങ്കല്പിക്കുകയാണ്. മഹാറാണിയുടെ അതിരുകടന്ന വിലാപം കണ്ട ശുദ്ധമനസ്കനായ മഹാരാജാവ് ആകെ തളർന്നുപോയി. വിശിഷ്ട വൈദ്യനെത്തിപ്പെട്ട് കൽപ്പിച്ചതാകട്ടെ പുലിപ്പാല് കൊണ്ടുവരണം എന്നാണ്. ആ വിഷയത്തിൽ മഹാരാജാവ് ആലോചിച്ചു നോക്കിയിട്ട് ഒരു വഴിയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. മഹാരാജാവ് തീരുമാനിച്ചു, ഇതിപ്പോൾ വലിയ സാഹസമാണ്, മറ്റെന്താണ് ഒരു ഉപായം, അത് കണ്ടെത്തുക തന്നെ. ഇങ്ങനെ വിഷാദമഗ്നനായിരിക്കുന്ന മഹാരാജാവിനെ സമീപിച്ച് മണികണ്ഠൻ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, അച്ഛാ, ഞാനിവിടെ ഉള്ളപ്പോൾ അച്ഛൻ എന്തിന് അതുമിതും ആലോചിച്ച് വ്യാകുലപ്പെടണം? പുലിപ്പാല് കൊണ്ടുവരാനുള്ള ദൗത്യം ഞാൻ ഏറ്റെടുത്തോളാം. ഇതായിരുന്നു മന്ത്രിമുഖ്യൻ്റെ ആവശ്യവും. തീർച്ചയായിട്ടും മഹാരാജാവിന് മുന്നിൽ പുലിപ്പാല് കൊണ്ടുവരണം എന്നുള്ള വിഷയം തീരുമാനമായി കഴിഞ്ഞാൽ മണികണ്ഠൻ മുന്നോട്ട് വരും. മഹാറാണിയോട് മന്ത്രിമുഖ്യൻ പറഞ്ഞത്, മണികണ്ഠൻ കാട്ടിൽ പോയാൽ കാട്ടുപോത്തുകൾ മണികണ്ഠൻ്റെ കഥ കഴിക്കും. അഥവാ പുലിപ്പാല് തേടിപ്പിടിച്ച് കൊണ്ടുവരിക എന്നുള്ളത് അപ്രായോഗികമായിട്ടുള്ള കാര്യമാണ്. പുലികൾ അവനെ ഹനിക്കും. അതുമില്ലെങ്കിൽ പുലിപ്പാലുമില്ലാതെ തിരിച്ചു വരുന്ന മകനെ കണ്ട് അച്ഛന് അനിഷ്ടം ആരംഭിക്കാൻ സാധ്യതയുണ്ട്. തുടങ്ങിക്കിട്ടിയാൽ മതി, ബാക്കിയൊക്കെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അച്ഛൻ അത്ര പ്രിയം തോന്നില്ലല്ലോ, ധീരനല്ല എന്ന് വരില്ലേ, ഉചിതമായ സാമർഥ്യമില്ല എന്ന് വരില്ലേ, ആയോധന ശേഷിയില്ല എന്ന് വരില്ലേ. അതോടുകൂടി അച്ഛന് മകനെ ചൊല്ലി അനിഷ്ടമുണ്ടായിക്കോളും എന്നാണ് തീരുമാനിച്ച് കാത്തിരുന്നത്. മണികണ്ഠനാകട്ടെ മഹാരാജാവിനോട് പുലിപ്പാല് കൊണ്ടുവരാനുള്ള ദൗത്യം ഞാൻ ഏറ്റെടുക്കാം എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ ദശരഥനെ പോലെ വിലപിക്കുന്നു. മണികണ്ഠനാകട്ടെ ഒരു പ്രത്യേക നോട്ടം കൊണ്ട് മഹാരാജാവിനെ മയക്കി. എന്നിട്ട് പറഞ്ഞു, അച്ഛൻ സത്യം ചെയ്യണം, ഞാൻ ആവശ്യപ്പെടുന്നത് അംഗീകരിച്ചു തരണം. മയങ്ങിപ്പോയ മഹാരാജാവ് മകന് മുന്നിൽ ശരി, അങ്ങനെയാവട്ടെ എന്ന് സത്യം ചെയ്തു. അങ്ങനെയാണെങ്കിൽ എന്ന് മണികണ്ഠൻ ആരംഭിച്ചു. എന്താ മണികണ്ഠൻ്റെ ആവശ്യം? കാട്ടിൽ പോകാൻ അനുവാദം തരണം. മഹാരാജാവ് ആകെ വിഷണ്ണനായി. സത്യം ചെയ്തതുകൊണ്ട്, പറഞ്ഞു പോയതുകൊണ്ട് ഇനി പിറകോട്ട് പോകാൻ പറ്റില്ല. ദശരഥൻ്റെ കാര്യത്തിൽ എന്ന പോലെ തന്നെ മഹാരാജാവ് അത് പറയുന്നുണ്ട്. ഭൂതനാഥ ഉപാഖ്യാനത്തിലെ മഹാരാജാവ് പറയണു, ഞാൻ ദശരഥൻ്റെ അവസ്ഥയിലായി പോയല്ലോ, ഒന്നുകിൽ സത്യത്തെ ഉപേക്ഷിക്കണം, അല്ലെങ്കിൽ മകനെ ഉപേക്ഷിക്കണം. രണ്ടും അത്യന്തം പ്രയാസകരമാവുന്നു. ഞാൻ എന്തു ചെയ്യും? മണികണ്ഠൻ പറഞ്ഞു, അച്ഛനെ ഒന്നിനെക്കുറിച്ച് ആലോചിക്കേണ്ട, വ്യാകുലപ്പെടേണ്ട. ഏതായാലും അച്ഛൻ പറഞ്ഞു, സൈന്യത്തോടൊപ്പം പോവുക, കാട്ടാളന്മാർ അങ്ങയെ സഹായിക്കാൻ ഇടവരട്ടെ. പക്ഷേ മണികണ്ഠൻ പറഞ്ഞു, അത് പറ്റില്ല, ഒറ്റയ്ക്ക് പോകാൻ അനുവാദം തരണം. ഈ സമയത്ത് ഗത്യന്തരമില്ലാതെ മഹാരാജാവ് പറയുന്നു, ശരി ഉണ്ണി, പോയി വരിക, മുപ്പുരാന്തകൻ രക്ഷിക്കട്ടെ. ആഹാരം വേണ്ടത്ര കയ്യിൽ കരുതിക്കൊള്ളണം.
വിഭവങ്ങളൊക്കെയായി കാനനത്തിലേക്ക് പോകൂ, എന്നിട്ട് ദൗത്യം നിർവഹിച്ച് മടങ്ങി വരൂ. കഷ്ടം, ഞാൻ ദശരഥൻ്റെ അവസ്ഥയിലായി പോയല്ലോ. ഭാര്യ കൈകേയിയുടെ സ്ഥാനത്താണ്, മന്ത്രിയാകട്ടെ മന്ധരയുടെ സ്ഥാനത്തുമാണ് എന്നിങ്ങനെയൊക്കെ മഹാരാജാവ് ബന്ധിപ്പിച്ച് ചിന്തിക്കുന്നു. ഏതായാലും മണികണ്ഠൻ കാനനത്തിലേക്ക് ഏകനായി പുലിപ്പാൽ കൊണ്ടുവരാൻ പുറപ്പെട്ടു പോയി. കാനനത്തിലാകട്ടെ പമ്പാനദീ തീരത്ത് ഈ മണികണ്ഠനെ ആദരവോടെ സ്വീകരിക്കാൻ മാമുനി വൃന്ദവും ദേവഗണവും ഒക്കെ എത്തിച്ചേർന്നു. ശിവഭൂതഗണങ്ങളും അവിടെ സന്നിഹിതരായിരുന്നു. മാമുനികൾ ഈ മണികണ്ഠനെ വളരെ ആരാധനയോടെ വന്ദിച്ച് സ്തുതിച്ചു. പമ്പാതീരത്ത് നിന്നും 10 യോജന പർവ്വതമുകളിൽ ഒരു മണിമന്ദിരം അവർ തപസ്സുകൊണ്ട് തയ്യാറാക്കി. അവിടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായി മണികണ്ഠൻ ആരാധനയൊക്കെ ചെയ്യുന്നു. ഈ സമയത്താണ് മഹിഷി സ്വർലോകത്തിലേക്ക് ചെന്നത്. ദാനവരാണ് മഹിഷിയെ ഓർമ്മപ്പെടുത്തിയത്. എന്താ ഓർമ്മപ്പെടുത്തിയത്? അങ്ങ് ഒരു കാലത്ത് ദേവേന്ദ്രൻ ഇരുന്ന കനകസിംഹാസനത്തിൽ പട്ട മഹിഷിയായി വാഴുകയായിരുന്നു, മഹാറാണിയായി വാഴുകയായിരുന്നു. പക്ഷേ തന്ത്രപൂർവം ദേവേന്ദ്രൻ അങ്ങയെ കാനനത്തിലാക്കി. അതെങ്ങനെയാണ് സാധിച്ചത്? ഒരു മഹിഷത്തെ അവർ ഭവതിയെ സ്വാധീനിക്കാൻ വേണ്ടി സജ്ജമാക്കി അയച്ചു. ആ മഹിഷത്തിൽ ആകൃഷ്ടയായി ഭവതി കാനനത്തിലേക്ക് കുതിച്ചു. ഇപ്പം ദേവേന്ദ്രൻ തൻ്റെ സിംഹാസനം തിരിച്ചു പിടിച്ച് അവിടെ വാഴുകയാണ്. ദാനവരായ ഞങ്ങൾക്കാകട്ടെ, അസുരന്മാർ വളരെ കരുത്തുള്ളവരാണ്, പക്ഷേ അമൃതം കഴിച്ച് ശക്തി നേടിയിട്ടുള്ള ദേവന്മാരെ തോൽപ്പിക്കാൻ ഞങ്ങൾക്കിപ്പോൾ സാമർഥ്യമില്ല. പണ്ട് അവരെ വരുതിയിൽ നിർത്താൻ കഴിഞ്ഞിരുന്നു, പക്ഷേ അമൃതം കഴിച്ചതോടുകൂടി വാസ്തവത്തിൽ ഞങ്ങൾ ഒന്നിച്ചാണ് യത്നിച്ചത്, ഞങ്ങൾക്ക് അമൃതം കിട്ടാതെ പോയി. അങ്ങനെയുള്ള ദേവന്മാരെ വരുതിയിൽ നിർത്താൻ, സിംഹാസനം തിരിച്ചു പിടിക്കാൻ ഭവതി തയ്യാറാവണം എന്ന് മഹിഷിയോട് ദാനവ വൃന്ദം വന്ന് നിർദ്ദേശിച്ച സമയത്ത്, അസുരന്മാർ വന്ന് ആവശ്യപ്പെട്ട സമയത്ത് മഹിഷിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. തൻ്റെ വരബലത്തെക്കുറിച്ച് ഓർമ്മ വന്നു. തന്നെ ദേവേന്ദ്രൻ വഞ്ചിച്ചുവല്ലോ എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞു. അങ്ങനെ അവിടെ വച്ച് ഡൈവോഴ്സ് പ്രഖ്യാപിച്ചു. മഹിഷത്തെ ഡിവോഴ്സ് ചെയ്തു. മഹിഷമാകട്ടെ ദേവന്മാർക്ക് വേണ്ടി മഹിഷഭാവത്തെ സ്വീകരിച്ച ദത്തമുനിയായിരുന്നു. മഹിഷം തൻ്റെ ശരീരത്തെ ഉപേക്ഷിച്ച് സ്വധാമത്തിലേക്ക് പോയി. മഹിഷി കുതിച്ചു ചെന്ന് ദേവേന്ദ്രൻ്റെ മുന്നിൽ നിന്ന്, ഓർമ്മയില്ലേ എൻ്റെ പൂർവ്വ പരാക്രമങ്ങളെക്കുറിച്ച്? പിടിച്ചു നിൽക്കാൻ പറ്റില്ല, ഓർമ്മയില്ലേ എന്ന് ഇടിനാദം മുഴക്കിക്കൊണ്ട്, സിംഹനാദം മുഴക്കിക്കൊണ്ട് അവിടെ ചെന്ന് ബഹളം വെച്ചു, പ്രഖ്യാപിച്ചു. ഈ സമയത്ത് ദേവേന്ദ്രൻ അറിയാം മഹിഷിയുടെ വരബലത്തെക്കുറിച്ച്, നിവൃത്തിയൊന്നുമില്ല. എല്ലാവരും കൂടി ഈ സമയത്ത് പമ്പാതീരത്ത് ഇവിടെ മാമുനിമാരാൽ സജ്ജമാക്കിയ മന്ദിരത്തിൽ വാഴുന്ന പ്രഭുവിനെ, ഹരിഹരപുത്രനെ ചെന്ന് കാണുന്നു. എന്നിട്ട് മഹിഷി ചെയ്തു വരുന്ന ദ്രോഹത്തെക്കുറിച്ച് വിവരമറിയിച്ചു. അവിടുന്ന് വന്ന് മഹിഷിയെ വധിക്കണം എന്ന് ആവശ്യപ്പെട്ടു. ദേവന്മാർ ഗംഭീരമായ ഒരു സ്തോത്രം ചൊല്ലിക്കൊണ്ടാണ്
ഹരിഹര നന്ദനനെ, മണികണ്ഠദേവനെ, അയ്യപ്പനെ ആരാധിക്കുന്നത്. അതിൽ സന്തുഷ്ടനായിട്ട് മഹാപ്രഭു പറഞ്ഞു, ഈ സ്തോത്രം ഗംഭീരമായിരിക്കുന്നു. ആരൊക്കെ ഈ സ്തോത്രം ജപിക്കുന്നുവോ അവർക്കൊക്കെ സൗഖ്യമുണ്ടാകും, ശ്രേയസ്സുണ്ടാവും എന്ന് സ്തോത്രത്തെ പ്രത്യേകിച്ച് അനുഗ്രഹിച്ചു. ഭഗവാനെ ഹരിഹര നന്ദനെ പ്രണവസ്വരൂപമായിട്ട് വർണ്ണിക്കുന്നുണ്ട്. അതുപോലെ സകല ഭൂതജാലങ്ങളിലും അന്തര്യാമിയായി വർത്തിക്കുന്ന തത്വമായിട്ട് വർണ്ണിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള ഈ സ്തുതിയെ അഭിനന്ദിച്ചുകൊണ്ട് മണികണ്ഠൻ ദേവകാര്യാർത്ഥം നാം സ്വർഗലോകത്തിലേക്ക് വരുന്നതാണ്, അവതാര ദൗത്യത്തെക്കുറിച്ച് ഓർത്തുകൊണ്ട് പ്രഭു പുറപ്പെട്ടു. ഒപ്പം തന്നെ ഭൂതഗണങ്ങളും ഭഗവാനെ മണികണ്ഠദേവനെ അനുഗമിച്ചു. എല്ലാവരും ചെന്ന് സ്വർലോകത്തിലെത്തി. അവിടെ മഹിഷി ഈ മണികണ്ഠനെ കണ്ടതും കോപാവിഷ്ടയായി എടുത്തു ചാടി. മഹിഷിക്കും ഓർമ്മ വന്നിട്ടുണ്ടാവണം തനിക്ക് ലഭിച്ച വരത്തോടൊപ്പം എങ്ങനെയാണ് മരണം നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. 12 വർഷക്കാലം മാനവകുലത്തിൽ വർത്തിച്ച മണികണ്ഠനിതാ വധിക്കാൻ സജ്ജനായി, യോഗ്യനായി എത്തിയിരിക്കുന്നു, തൻ്റെ വരപ്രാർത്ഥന പോലെ തന്നെ. ഏതായാലും മഹിഷി മണികണ്ഠന് നേരെ ചാടി. എന്നിട്ടെന്ത് സംഭവിച്ചു തുടരും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഭാഷണം ഉപസംഹരിക്കട്ടെ. ഹരി ഓം.